വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മദുറോയെയും ഭാര്യയും അമേരിക്ക ബ്രൂക്ലിനിലെ തടവറയിൽ ചോദ്യം ചെയ്യുന്നു. മയക്കുമരുന്ന് കുറ്റം ചുമത്തി US കോടതിയിൽ വിചാരണ നടത്തും. മരിയ കോർണ മച്ചാഡോയെ വെനസ്വേലയിലെ ഭരണമേൽപ്പിക്കാൻ കൊള്ളില്ലെന്ന് ട്രംപ് പറഞ്ഞു. BK സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുഹൈൽ, ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ ഈ ഭരണം ഏറ്റെടുക്കണമെന്ന് വൈസ് പ്രസിഡന്റിനോട് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യം കൂടിയാണല്ലോ. അപ്പം ഈ വെനസ്വേലയിലെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് സുഹൈൽ? അനീഷ, ബ്രൂക്ലിൻ എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ ഏറ്റവും സുപ്രധാനമായ തടവറയാണ്. സാധാരണ VIP പരിഗണനയുള്ള ആളുകളെല്ലാമാണ്, അതേപോലെ തന്നെ ഉന്നതരായ ക്രിമിനലുകളെ ഒക്കെയാണ് അവിടെ സാധാരണയായി പാർട്ടിക്കാരുള്ളത്. അവിടെയാണിപ്പോൾ നിക്കോളാസ് മദുറോ എത്തിയിട്ടുള്ളത്. US ഉദ്യോഗസ്ഥർ അവിടെ എത്തി ചോദ്യം ചെയ്യുകയാണിപ്പോൾ എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ. സ്വാഭാവികമായും ഇനി ന്യൂയോർക്കിലെ തന്നെ മറ്റു കോടതികളിലേക്ക് നിക്കോളാസ് മദുറോയെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അവിടെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി കുറ്റങ്ങൾ ചാർത്തിയിട്ടുണ്ട്. മയക്കുമരുന്നിലെ വലിയ സംഘത്തിന് ഗൂഢാലോചന നടത്തുക, അത് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുക, അതേപോലെ തന്നെ വിവിധ ആയുധങ്ങൾ കൈവശം വെക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ടാണ് മദുറോയെ ഇനി വിചാരണ ചെയ്യാൻ ഇരിക്കുന്നത്. ഏറ്റവും പ്രധാനം ഇനി എന്താണ് വെനസ്വേലയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വൈസ് പ്രസിഡന്റിനോട് അധികാരം ഏറ്റെടുക്കാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാവർത്തികമായിക്കൊള്ളണമെന്നില്ല. കാരണം അമേരിക്കയുടെ സമ്പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് ഈ രാജ്യം പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇനി ഒരു അധികാര കൈമാറ്റം നടക്കുന്നതുവരെ US ആണ് വെനസ്വേലയെ ഭരിക്കുക എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ ട്രംപിന് താല്പര്യമുള്ള ഒരു സംഘത്തെ തന്നെ അവിടെ നിയമിക്കാനുള്ള തിരക്കിട്ട ആലോചനകൾ വൈറ്റ് ഹൗസിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പ്രസ്താവന ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഒരുപക്ഷേ നിക്കോളാസ് മദുറോയെ താഴെ ഇറക്കി കഴിഞ്ഞാൽ അടുത്ത ഒരു ഭരണാധികാരിയാവുക കഴിഞ്ഞ വർഷം നൊബേൽ സമ്മാനം ലഭിച്ച മരിയ കൊറിന മച്ചാഡോ ആയിരിക്കും എന്ന് പൊതുവെ കരുതിയിരുന്നു. പക്ഷേ അതിനുള്ള സാധ്യതയില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. അവരെ അതിന് ഫിറ്റല്ല എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അപ്പോൾ ട്രംപിന് ഫിറ്റായിട്ടുള്ള, ട്രംപിന് താല്പര്യമുള്ള ഒരു വ്യക്തി അതാരായിരിക്കും? അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനാർത്ഥികളാവുമോ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ ആയിരിക്കും അവിടെ സ്ഥാപിക്കുക എന്നതടക്കം ഇനി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. കാരണം US-ന് അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റാവുന്ന ഒരു പാവ സർക്കാരിനെയാണ് ആവശ്യമുള്ളത്. അതിലേക്ക് പലതരത്തിലുള്ള പിക്കുകൾ ഉണ്ടാവും. അത് ആരായിരിക്കും എന്നുള്ളതാണ് ലോകമാകെ കാത്തിരിക്കുന്നത്. കാരണം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള രാജ്യമാണ് വെനസ്വേല. വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് സൗദി അറേബ്യയെക്കാളും മുകളിലാണ്. പക്ഷേ അത് ഊറ്റിയെടുക്കാനും ഉള്ള സംസ്കരിച്ചെടുക്കാനും വിപണനം ചെയ്യാനും പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ അമേരിക്കയുടെ ഉപരോധം കാരണം ഇപ്പോൾ അവിടെ ഇല്ലായിരുന്നു. 1990-കളിൽ ഹ്യൂഗോ ഷാവേസിന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് സർക്കാർ അവിടെ അധികാരത്തിലേറിയതിനു ശേഷമാണ് എണ്ണ ദേശസാൽക്കരിക്കുന്നത്. അതിനുശേഷം അമേരിക്കൻ കമ്പനികൾ അവിടേക്ക് ആട്ടിയോടിക്കുന്നു. ആ അമേരിക്കൻ കമ്പനികളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് അവിടേക്ക് തിരിച്ചെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം അമേരിക്കൻ കമ്പനികൾക്ക് അവിടെ എണ്ണ ഊറ്റിയെടുക്കാനും ആ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാനുമുള്ള അവകാശങ്ങളുണ്ടാകും. തീർച്ചയായും അവിടെയുള്ള ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ ഉപരോധം കാരണം വലിയ പ്രതിസന്ധിയിലായിരുന്നു. നമുക്കറിയാം, എത്ര തന്നെ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു രാജ്യം, സമ്പത്തുള്ളൊരു രാജ്യമായിരുന്നാലും ഉപരോധം കാരണം ആ രാജ്യത്തുള്ള ജനത വലിയ പട്ടിണിയിൽ, അതേപോലെ തന്നെ പണപ്പെരുപ്പം, വിലക്കയറ്റം എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ എങ്ങനെയെങ്കിലും ആ രാജ്യം വിട്ട് പുറത്തേക്ക് പോയാൽ മതി എന്ന സ്ഥിതിയിലായിരുന്നു. വൈദ്യുതി എന്ന് പറയുന്നത് കിട്ടാക്കനിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇങ്ങനെ തകർന്നടങ്ങിയിരുന്ന ഒരു രാജ്യത്തേക്ക് സ്വാഭാവികമായും പലതരത്തിലുമുള്ള ഓഫറുകൾ അമേരിക്കൻ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവിടെ വീണ്ടും ഒരു സംസ്കാരവും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട രീതിയിലേക്കുള്ള ഒരു പരിതസ്ഥിതിയും കൊണ്ടുവരും എന്നൊരു ഓഫർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇലോൺ മസ്ക് സ്റ്റാർലിങ്ക് പോലെയുള്ള സംവിധാനങ്ങൾ, ഫ്രീ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് സംവിധാനങ്ങളടക്കം അങ്ങോട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അമേരിക്കൻ സർക്കാർ വരുന്നതാണ് ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന് അവരുടെ ജനതയെ തോന്നിപ്പിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് 4 ദിവസം ഒരു ട്രാൻസിഷൻ സമയമുണ്ടാകുമെന്നുള്ളതാണ്. ഇന്നലെ നിക്കോളാസ് മദുറോയെ പിടിച്ചതിന് ശേഷം അടുത്ത ഒരു 4 ദിവസം എന്താണ് നടക്കുന്നത്, ലോകത്തിൻ്റെ പ്രതികരണം, അതേപോലെ തന്നെ അവിടെ രാജ്യത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ, ഇതെല്ലാം സൂക്ഷ്മമായി അമേരിക്ക നിരീക്ഷിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയൊരു പ്ലാനാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ തന്നെ ഈ പ്ലാനിൻ്റെ നടപ്പിലാക്കാൻ ഉള്ള ഓരോ ഘട്ടവും അമേരിക്ക തുടങ്ങിയിരുന്നു. അതിൻ്റെ ഒരു ഏറ്റവും മൂർധന്യാവസ്ഥയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. മദുറോയെയും ഭാര്യയെയും കൊണ്ടുപോയത്. ഇനി അങ്ങോട്ട് ആ ഭരണത്തെ അട്ടിമറിച്ച് പുതിയ ഭരണത്തെ സ്ഥാപിക്കുക, അവിടെയുള്ള എണ്ണ കമ്പനികളിൽ കൃത്യമായ ഷെയർ ഉണ്ടാവുക എന്നടക്കമുള്ള കാര്യങ്ങൾ